ഇത് നമ്മളിപ്പോൾ കടമനാട് അതിനകത്ത് റോഡിലാണ് കേട്ടോ. കടമനാട് അതിനകത്ത് റോഡിൽ വളരെ അധികം പച്ചയ്ക്ക് തെറി വിളിക്കാൻ പറ്റാത്തുണ്ട്. BSNL ഓഫീസിൻ്റെയും വിമുക്ത ഭവൻ ഉണ്ട് ഇവിടെ. നമ്മുടെ നാടിന് വേണ്ടി പോരാടിയ കുറേ ആളുകളുണ്ടല്ലോ, അവരുടെ പെൻഷൻ കാർഡിലുള്ള വിമുക്ത ഭട സർവീസ് ഉണ്ട് ഇവിടെ. അതിൻ്റെയും മുമ്പിൽ ഏനാത്തേക്ക് പോകുന്ന വഴിയിൽ കണ്ട കക്കൂസ് മാലിന്യം, പ്രതിശൂന്യരായ ആളുകൾ കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുകയാണ് കേട്ടോ. എൻ്റെ യുദ്ധസ്മാരകത്തിൻ്റെ മുമ്പിൽ കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിലൂടെ നടക്കാൻ പോലും പറ്റാതെ ഏനാത്ത കടമയുടെ മിനി ഹൈവേ ആണ് കേട്ടോ. വെളുപ്പിനെ 4:30 ടാങ്കറിനകത്ത് കൊണ്ടുവന്നിട്ട് തള്ളിയിട്ട് പോയാണ്. ഇത് നടക്കാനോ ആൾക്കാർക്ക് വഴിയാത്രയ്ക്കോ വണ്ടിക്കൊന്നും പറ്റില്ലാണ്ടല്ലേ. കക്കൂസ് മാലിന്യം തള്ളിക്കണ്ടോ. ഇവിടുത്തെ CCTV ക്യാമറയിൽ വണ്ടികളുടെയൊക്കെ നമ്പർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടല്ലേ. എന്നാലും ആരൊക്കെ ഇത് ഇങ്ങനെയുള്ളവരെ കണ്ടു കെട്ടിയിട്ട് അവിടെ ലൈസൻസ് ഉൾപ്പെടെ കട്ട് ചെയ്ത് കളയുക, അവിടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുക, അതുപോലുള്ള നിയമങ്ങളുടെ സർക്കാർ പൂർണ്ണമായും കൈകൊണ്ടേ വരും. കാരണം പറഞ്ഞാൽ ഇത്രയും മാന്യത ഇല്ലാത്ത രീതിയിൽ ഇതൊക്കെ ഇഷ്ടംപോലെ സ്ഥലത്ത് അവർക്ക് ലൈസൻസ് കാണുമല്ലോ, എവിടെയാണ് ഇത് കളയേണ്ടതെന്നൊക്കെയുള്ള അങ്ങനെയുള്ളവർക്ക് ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ. ഇത് രാത്രി കൊണ്ടുവന്ന് വെളുപ്പിനെ 4 മണിക്ക് ശേഷമാണ് ഇത് CCTVയിലൊക്കെ കിട്ടിയിരിക്കുന്ന വെച്ചാൽ ഒരു ടാങ്കറുണ്ട്. ആ ടാങ്കർ നമ്പരും ഉണ്ട്. അവർക്കെതിരെ നടപടി എടുക്കണം. ഇത് കണ്ടില്ലേ, ഇത് ഇനിയിപ്പോൾ കഴുകി കളയാതെ ഒരു വഴിയില്ല. കാരണം ഇതിൽ നടക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് സ്കൂളിൽ പിള്ളേരും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകുന്നതാണ് കേട്ടോ. നമ്മുടെ കടമനാട് പഞ്ചായത്തിൻ്റെയും കുന്നത്തൂർ പഞ്ചായത്തിൻ്റെ അതിർത്തിയാണ് കേട്ടോ. അതിർത്തിയിൽ കണ്ടില്ലേ കക്കൂസ് മാലിന്യം തള്ളി കാണോ. കക്കൂസ് മാലിന്യം നടക്കാൻ പറ്റത്തില്ല കേട്ടോ, നടക്കാൻ പറ്റത്തില്ല. റോഡിൽ നടക്കാൻ പറ്റത്തില്ല, വണ്ടി കയറി തള്ളി കളയുകയാണ് കേട്ടോ. എന്തുകൊണ്ട് ഇവിടെ കുന്നത്തൂർ പഞ്ചായത്തിന് കടമനാട് പഞ്ചായത്തിന് ബോർഡറാണ് കേട്ടോ. ഇത് കടമനാട് പഞ്ചായത്ത് തള്ളിയിരിക്കുന്നത് റോഡിലാണ് കേട്ടോ. റോഡിലാണ് അത് തോട്ടിലേക്ക് തള്ളിയാണ് കേട്ടോ. ഓയിൽ ക്യാനൊക്കെ ഉണ്ട്, പെട്രോളൊക്കെ ഒഴിക്കുന്നത് അങ്ങനെ കേട്ടോ. ഇതെന്താ പറയുകയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഇവിടുത്തെ ആളുകൾക്ക് ഇവിടെ നടക്കാനും പറ്റത്തില്ല. ഇവിടെ ആൾക്കാരെ എല്ലാം ഭയങ്കര വണ്ടി വണ്ടുമ്പോൾ തെറിച്ചിട്ട് സൈഡിൽ നടന്നു പോകുന്ന ദേഹത്തൊക്കെ വീഴുക. കാണുമ്പോൾ കരിയോൽ പോയിരിക്കും, പക്ഷെ അത് കക്കൂസ് മാലിന്യമാണ്. ഇതിനു വേണ്ടി എന്താ പറയുക, പ്രതിശൂന്യരെന്ന് വിളിച്ചാലും തികയത്തില്ല. കാരണം ഒരു മര്യാദ ഇല്ലാത്ത പണി കാണിച്ചത് കണ്ടില്ലേ. തോട്ടിൽ തള്ളുന്നത് തന്നെ തെറ്റാണ്. ഇതൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുന്ന സ്ഥലങ്ങൾ വേണം, അവിടെ ചെയ്യാവുന്നതാണ് കേട്ടോ. നിരവധി ആളുകൾ പോകുന്ന സ്ഥലമാണ്. നമ്മുടെ ഇവിടെ CCTV ഒക്കെ ഉണ്ട്. CCTVയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ രാവിലെ വന്ന് നമുക്ക് CCTVയുടെ വിഷ്വൽസ് നോക്കിയിട്ട് കാണിക്കാം, ടാങ്കർ കാണിക്കാം കേട്ടോ. നമ്മുടെ A1 ചിക്കൻ സെറ്റ് ബാബുവണ്ണൻ്റെ കടയിലൊക്കെ ക്യാമറയിലെ മേധാമിത്രയിലൊക്കെ കടയിലെ അക്വ പോയിന്റ് ഉണ്ട്, അവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വിഷ്വൽസ് എടുക്കാം കേട്ടോ. ഓക്കെ, തുണി ഒഴിവൊക്കെ ചെയ്യുന്ന ഒരു തോടാണ് കേട്ടോ. കടമനാട് പഞ്ചായത്തിൽ നിന്ന് കുന്നത്തൂർ പഞ്ചായത്തിലേക്ക് പോകുന്ന ഒരു തോടാണ്. ഈ തോട്ടിലൂടെ കാണാൻ ഈ മാലിന്യം ഒഴുകിയൊക്കെ കണ്ടോ. കണ്ടോ, എന്നാൽ അവിടെ നിന്ന് ഒഴുകി വന്നിട്ട് ഇതുവഴിയാണ് ഒഴുകിയൊക്കെ കണ്ടോ. കണ്ടോ ഒരു കന്നാസ് ഉണ്ടോ, അമ്മമാരിട്ടേക്കുന്ന കന്നാസുണ്ട് പെട്രോളിൻ്റെ. കണ്ടോ, പെട്രോളും ഓയിലോടെ പെട്രോൾ മിക്സ് ചെയ്യാൻ അതിനകത്ത് ഇത് കണ്ടോ. വിഷമാണ് ഇതിനകത്തേക്ക് ഇട്ടേക്കുന്നത്. ഈ തോട്ടിലൂടെ ഒഴുകി നിരവധി മീനുകൾ താഴെ ചത്തു പൊങ്ങിയിട്ടുണ്ട്. അത്രയ്ക്ക് മുമ്പിലാണ് നമ്മൾ കൊണ്ട് തള്ളിയേക്കുന്നത്. അപ്പോൾ ദയവായി സർക്കാർ ഇതിന് ഒരു പരിഹാരം കാണുക. ഇതുപോലെയുള്ള വാഹനങ്ങൾ ദയവായി ആജീവനാന്തകാലം ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക, രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുക. ഓക്കെ.